ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം MLA സ്ഥാനത്ത് തുടരണോ വേണ്ടയോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൃത്യമായി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് നമ്മളുടെ കണ്ടന്റിലേക്ക് കിടക്കാം. നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസമായിരുന്നു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു നടിയും മാധ്യമപ്രവർത്തകയുമായിട്ടുള്ള പെൺകുട്ടി വന്നുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അവർ പേര് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇദ്ദേഹത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഹൂ കെയേഴ്സ് എന്നൊരു പരാമർശമായിരുന്നു നടത്തിയത്. ഹൂ കെയേഴ്സ് എന്ന വാക്ക് ഇദ്ദേഹം മാത്രമാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളെ കണ്ടെത്തുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലായിരുന്നു. ആ വിവാദം കത്ത് നിൽക്കുന്നതിനിടയ്ക്ക്, അതായത് ഇവരെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു റൂം എടുക്കാം, അവിടെ എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും സമീപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരോട് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഹൂ കെയേഴ്സ് ആണ് മറുപടി നൽകിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഹണി ഭാസ്കർ അവർ ഒരു പ്രസ്താവനയുമായി എത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മോശമായ രീതിയിൽ തന്നോട് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു, കൂടാതെ കോൺഗ്രസിൽ ഉൾപ്പെടെ നിരവധി പെൺകുട്ടികളെ ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയുകയുണ്ടായി. ഇതെല്ലാം ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാഹുലിൻ്റെതായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വന്നത്. ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഇതൊരു ആരോപണമായിട്ട് വന്നിരുന്നു. അന്ന് ഇത് കേസായിട്ടില്ലായിരുന്നു. അന്ന് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നെങ്കിലും ഞാൻ ഉൾപ്പെടെ കുറേ അധികം ആളുകൾക്ക് അറിയായിരുന്നു. ഞാൻ പൊളിറ്റിക്സിലൊക്കെ സജീവമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള 3 പേര്, ഈ ഇരയെ ഒഴിച്ച് 3 പേരുടെയും പേരുകൾ എനിക്ക് അറിയാമായിരുന്നു. അതിനകത്ത് സംസ്ഥാനത്ത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകയുണ്ട്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവുണ്ട്, പിന്നെ ഇദ്ദേഹവുമാണ് ഇതിൽ കുറ്റക്കാരായിട്ടുള്ളത്. ആ വിഷയം ഇതായിരുന്നു. ആദ്യം പുറത്തു വന്ന ന്യൂസ് ഇങ്ങനെയായിരുന്നു. സംസ്ഥാനത്തെ ഒരു യുവ MLA, അതായത് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധിയായ ഒരു യുവ MLA സംസ്ഥാനത്തെ ഒരു മാധ്യമപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപയോഗിച്ചു. അവർ അതിനുശേഷം ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനും സംസ്ഥാനത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയും ചേർന്ന് അബോർഷൻ ചെയ്യിപ്പിച്ചു എന്ന തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ പിന്നീട് ഞാൻ പ്രൈവറ്റ് ചെയ്തു. ഇപ്പോൾ അത് പബ്ലിക് ആക്കിയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു. അന്ന് ആ വീഡിയോ ചെയ്ത ശേഷം അതൊരു കേസാവില്ല എന്നെനിക്ക് ഉറപ്പായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ വീഡിയോ ഞാൻ പിന്നെ പ്രൈവറ്റ് ആക്കിയിട്ടിരുന്നത്. കാരണം മറ്റൊന്നുമില്ല, അത് ചെയ്ത് ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്ന് കരുതി നിങ്ങളൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിച്ചുകൊള്ളട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തി ജയിലിലടയ്ക്കണം. ഇദ്ദേഹം MLA പദവി പോലും രാജിവെക്കണമെന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. എന്തായാലും ഇതിനകത്ത് എൻ്റെ മറ്റ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. അതിനുശേഷം ഞാൻ എൻ്റെ ഈ നിലപാടിന് ഉള്ള കാരണം എന്താണെന്ന് പറയാം. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുൻപ് വന്ന ഒരു ആരോപണം, അതായത് ഒരു മാധ്യമപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം അവർ ഗർഭിണിയായപ്പോൾ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും അവരെ കൊണ്ട് നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ആ ആരോപണത്തിലെ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ അവതാരക അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകയുടെ ശബ്ദം ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ്. അവർ അവിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഇദ്ദേഹത്തെ വിശ്വസിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്തായാലും ആ യുവതിക്ക് എനിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമില്ല, ഇയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ പോലും അവർ പറഞ്ഞത് ഞാൻ ഈ കുട്ടിയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ
ഒരു തന്തയില്ലാത്ത കുഞ്ഞിനെ എങ്ങനെ നീ നോക്കുമെന്ന് ചോദിക്കുമ്പോൾ അവരെടുത്ത് വായിക്ക് പറയുന്നുണ്ട്, തന്തയില്ലാത്ത ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല, എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞോളാം, അതിൻ്റെ അച്ഛൻ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ ശേഷമായിരുന്നു ഇദ്ദേഹം ഈ മുതിർന്ന നേതാവിനെയും ഈ മുതിർന്ന മാധ്യമപ്രവർത്തകയെ സമീപിച്ച് ഇവരെ പ്രഷർ ചെലുത്തി ഈ കുട്ടീനെ അബോർഷൻ ചെയ്യിപ്പിക്കുന്നത്. ഇതിനകത്ത് ഈ ശരിക്കും പറഞ്ഞ ഒരു കൊലക്കുറ്റമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അമ്മയ്ക്ക് മതിയായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഒരു അബോർഷൻ ചെയ്യാൻ നിയമത്തിൽ വകുപ്പില്ല. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന അബോർഷൻ അത് നിയമപ്രകാരം തെറ്റാണ്. ഒരു കുട്ടിയുടെ ജീവിക്കുവാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. അതായത് കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തി ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇത്തരത്തിലുള്ള ആളുകൾ ജനപ്രതിനിധികളായിട്ടിരിക്കാൻ യോഗ്യരല്ല. അത് കാരണം സമൂഹത്തിലെ എല്ലാവരുടെയും ഉന്നമനത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനുമാണ് നമ്മളെല്ലാവരും ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുന്നത്. നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും പഞ്ചായത്തുകളിലേക്കാണെങ്കിലും നമ്മൾ ഇവരെല്ലാം ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്ത് അയക്കുന്നത് നമ്മളുടെ ബേസിക് നീഡ്സ് ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ജീവിക്കാനുള്ള അവകാശം, നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇത്തരം കാര്യങ്ങളിൽ ഇവർ ശക്തമായി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ ജനപ്രതിനിധികളായിട്ട് അയക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒന്ന്, സ്ത്രീകളോടുള്ള മോശമായിട്ടുള്ള പെരുമാറ്റം, അതേപോലെ തന്നെ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവിക്കാനുള്ള അവകാശം, ആ അവകാശത്തെയാണ് ഇദ്ദേഹം ഇല്ലാതാക്കിയത്. അതൊരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തി ഇദ്ദേഹത്തെ ജയിലിലടയ്ക്കാനുള്ള എല്ലാ വകുപ്പും ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടോ ആരും ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പരാതി ഇതുവരെ ഇദ്ദേഹത്തിനെതിരെ പോയിട്ടുള്ളൂ. എന്നാലും സംസ്ഥാന സർക്കാരും ശിശുക്ഷേമ വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പും ഇദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തുവാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഈ പറയുന്ന വ്യക്തി നമ്മുടെ നിയമസഭയിൽ ജനപ്രതിനിധിയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഇനിയും എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ സിസ്റ്റത്തിനോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയായി മാറും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.